നമ്മളിന്നേ വന്നിട്ടുള്ളത് പോരൂർ ശിവക്ഷേത്രത്തിലാണ് കേട്ടോ. നമ്മൾ ഇങ്ങനെ ശിവക്ഷേത്രത്തിലേക്ക് പോയി നടയടയ്ക്കാനായിട്ടുണ്ടായിരുന്നു. വേഗം കയറി തൊഴുത് തിരിച്ച് വരുമ്പോൾ ഇവിടെ അടുത്ത് ആണ് കുളം എന്ന് പറഞ്ഞു ക്ഷേത്രത്തിൻ്റെ. ഞങ്ങളങ്ങനെ ആ കുളത്തിലേക്ക് ഇങ്ങനെ നടന്നു പോകുക കേട്ടോ. കുറച്ചങ്ങോട്ട് താഴേക്ക് നടക്കാനുണ്ട്. എൻ്റെ ഭഗവാനെ, കാണേണ്ട കുളം തന്നെയാണ്. എല്ലാവരും ഈ ക്ഷേത്രത്തിൽ വന്നാൽ ഈ കുളത്തിലേക്ക് വരണം കേട്ടോ. പണ്ടത്തെ കുളിപ്പുരയും അറയായിട്ടുള്ള ഓരോ എണ്ണ തേക്കുന്ന സ്ഥലങ്ങളും ഒക്കെ ആയിട്ട് വളരെ മനോഹരമായൊരു കുളിപ്പുരയാണ്. എന്ന് വെച്ചാൽ നമ്മൾ എവിടെ ഇങ്ങനെ കണ്ടിട്ടില്ല. ഈ അയൽവാസികൾ അടുത്തുള്ള താമസക്കാരൊക്കെ ഉണ്ടല്ലോ, പെൺകുട്ടികളും ആൺകുട്ടികളും അമ്മമാരും ഒക്കെ ആയിട്ട് കുളത്തിനൊരു മതിലായിട്ട് ഇവിടെ തിരിച്ചിരിക്കുകയാണ്. അവിടുത്തെ അപ്പുറത്തെ സൈഡിൽ നിന്നിട്ട് ഓരോ അലക്കും ഒരു കുളിയും എന്താ അത് ഗ്രാമീണ സൗന്ദര്യം ഇങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. ചുറ്റും ഇങ്ങനെ കാടും ഇതൊക്കെ ആയിട്ട് എന്തോ ഒരു ഭംഗിയാണെന്നോ കാണാൻ തന്നെ. ഇങ്ങനെ നടന്നു വരുമ്പോൾ ഇങ്ങനെ പക്ഷികൾ കൊത്തി തിന്നിട്ടാവാം നമ്മുടെ കാന്താരി ചെടികളൊക്കെ ഇങ്ങനെ വീണ് മുളച്ചിങ്ങനെ തൈകളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഇങ്ങനെ സ്റ്റെപ്പുകൾ കയറി എല്ലാവരും ഓരോ ഫോട്ടോ എടുക്കണം. ഭയങ്കര നമ്മളിങ്ങനെ ഹിൽ പാലസൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ പോയിട്ടൊക്കെ ഇങ്ങനെ കാണുക ഒരു പഴയ ഒരു ഇതാണ് കേട്ടോ ഓർമ്മ വന്നത്. പക്ഷെ പൊളിഞ്ഞ് ചാടാനായിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഒന്ന് നിലനിർത്തി പോകണ്ടേ നമുക്ക്. ഇതൊക്കെ ഒന്ന് നന്നാക്കി നമ്മുടെ പഴയ തനിമയെ വിളിച്ചോതുന്ന രീതിയിൽ ഇനിയും നമുക്കുള്ള തലമുറകൾക്ക് കാണാൻ വേണ്ടി ഒന്ന് സംരക്ഷിക്കണ്ടേ. ഇതിനെല്ലാവരുടെയും കൂട്ടായ്മകളൊക്കെ വേണം കേട്ടോ. അതുകൊണ്ട് എത്ര മനോഹരമായിട്ടാണ് അവിടെയുള്ള കുളിക്കാനുള്ളതും എണ്ണ തേക്കാനുള്ളതും. നമുക്ക് കുട്ടികളായാലും കുളത്തിൽ കുളിക്കുമ്പോൾ ഇങ്ങനെ ഇരുന്ന് കാണാനുള്ള സംവിധാനങ്ങളും ഒക്കെ ആയിട്ട് എന്തൊരു കാഴ്ചപ്പാടായിരുന്നു പണ്ടുള്ളവർക്ക് എന്നുള്ളത് ഇപ്പോൾ നമ്മൾ അത്ഭുതത്തോടെ നോക്കി കാണേണ്ടി വരും കേട്ടോ. ഈ കുളത്തിന് പിന്നെ ഒരു പ്രത്യേകത എൻ്റെ ഒരു അറിവിൽ കാണുന്നത് കേട്ടോ, ഈ കുളത്തിൻ്റെ നടുവിലൊരു കുറ്റി പോലെ ഒരു ഇതുണ്ട് കേട്ടോ. അതിൽ പിന്നെ ഒരു കാക്ക ഇങ്ങനെ നീർക്കാക്കയാണ് തോന്നുന്നുണ്ട്, അതിങ്ങനെ വന്നിരിക്കാൻ തുടങ്ങി. ഞങ്ങളത് വന്നപ്പോൾ മുതൽ അതവിടെ ഇരിക്കുന്നു, ചിറക് വിരിക്കുന്നു, ഇങ്ങനെ ഇതാവുന്നു. അതവിടെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ തിരിച്ച് വരുന്നത് വരെ ഉണ്ട്. അതെ. പിന്നെ നമ്മുടെ ഈ കുളപ്പുരയിൽ ഇങ്ങനെ കുളത്തിലൊക്കെ കുളിച്ച് മോളിക്ക് വന്നു കഴിഞ്ഞാലുള്ള അതിമനോഹരമായ കാഴ്ചകളാണ് കേട്ടോ. അത് പറഞ്ഞറിയിക്കാനേ പറ്റൂല. ഞങ്ങൾ കുറേ ഫോട്ടോസുകളും ചിത്രങ്ങളും കുഞ്ഞുവാവയൊക്കെ ആസ്വദിച്ചിരിക്കണ്. പല ആസ്വാദനത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്